ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് കഴിഞ്ഞ മാസം തന്ന പോലത്തെ ഉടായ്പ ചെക്കൊന്നുമല്ലല്ലോ, മാറി കിട്ടുമല്ലോ. ഇല്ലെങ്കിൽ ഇതങ്ങ് കോടതി പോവേ. ഞാനേ അതിനകത്തൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ട്, ആ ഡേറ്റിലെ സബ്മിറ്റ് ചെയ്യാവൂ. അത് സാറേ 2 ആഴ്ച കഴിഞ്ഞ ഡേറ്റ് ഇട്ടാ പറ്റില്ല. പറ്റും, പറ്റിക്കണം. തന്റെ കമ്പനിക്കാ എന്റെ വീട് വെക്കാനുള്ള കോൺട്രാക്ട് തന്നിരിക്കുന്നത്, അല്ലാതെ തനിക്കല്ല. മുഴുവൻ കാശൊക്കെ കയ്യിലുണ്ടെങ്കിലേ എനിക്ക് തന്നെ നേരിട്ട് വീട് വെച്ചാ പോരടോ. തന്നെ പോലെ ഇടനിലക്കാരന്റെ ആവശ്യമില്ലല്ലോ. അത് സാറേ വൈബ്രേഷനില്ല. ഹലോ, പറഞ്ഞോ. ഞാൻ പറഞ്ഞില്ലടോ, എല്ലാം ഫ്രോഡുകളാ. ഫ്രോഡ് മണി എന്നോട് കാണിച്ചാൽ അവനെ കോടതി കേറ്റുന്ന് ആ നാറിയോട് പറഞ്ഞേക്ക്. സത്യസന്ധത കാണിച്ച അവന് കൊള്ളാം, കള്ളത്തരം കാണിച്ചാലേ അവന്റെ കാര്യം പോക്കാ. ആകാശ് പോയില്ലേ? ഇല്ല, പോയില്ല. ചെല്. ഇവൻ വെറും ആകാശല്ല, തേപ്പുകാരൻ ആകാശ. ഇവന് കൊടുക്കാനുള്ള പൈസന്നേ ഒരു 50,000 രൂപ ഞാൻ കുറയ്ക്കും. ഇവനെ ഞാൻ തേക്കും. സാറേ, ഇനി താമസിക്കണ്ട, രാഹുൽ പൊയ്ക്കോ. ശരി സാറേ. ആ രമ്യ അശ്വതിയൊക്കെ പോയായിരുന്നോ? അവര് പോയില്ലേ സാറേ? നാളെ ലോഡ് വരും. ഗോഡൌണി ഇറക്കി വെച്ചിട്ട് പ്രൈസ് ടാഗ് ഒട്ടിച്ചിട്ട് വേണം അകത്ത് കൊണ്ടുവയ്ക്കാൻ. ശരി സാറേ. ശരി. വിനു ഇപ്പം ആ പുതിയ വീട്ടിലാണോ താമസം? പുതിയ വീട്. പഴയടത്തുനിന്ന് താമസം മാറേണ്ടി വന്നു അല്ലേ? ഇതാ ശമ്പളം മുഴുവനായുണ്ട്. എണ്ണി നോക്കിക്കോ. നാളെ ഞായറാഴ്ചയാണ്, ഇവിടെ അവധിയാണ്. വിനുവിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. വിനു, പഴയ വീട്ടീന്നേ താമസം മാറാൻ എന്താ കാര്യം? മോഷണ കുറ്റമായിരുന്നല്ലേ? വിനു വിഷമിക്കണ്ട, ഞാനത് വിശ്വസിക്കുന്നുമില്ല. ആളുകൾക്ക് ആരെക്കുറിച്ചും എന്തും പറയാമല്ലോ, അതാണല്ലോ കാലം. വിനുവിനെ അറിയാലോ, ടെക്സ്റ്റൈൽസ് ബിസിനസ് എന്ന് പറഞ്ഞ ഒരുതരം സീസൺ ബിസിനസ് ആണ്. ഓണം, ക്രിസ്മസ്, റംസാൻ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് കച്ചവടം നടക്കുന്നത്. അല്ലാത്തപ്പോ ആകെ സെയില് കുറവ്. വിനു, ഇവിടെ ഇപ്പോ സ്റ്റാഫുകൾ കൂടുതലാണ്. എല്ലാവർക്കും കൂടി ശമ്പളം കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഗോഡൌണിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫിന് പുറത്തേക്ക് പോകാൻ വിസയൊക്കെ ശരിയായിട്ടുണ്ട്. ആളിവിടെ നിന്ന് പോകുന്ന ഒഴിവില് ഞാൻ വിനുവിനെ വിളിക്കാം. തൽക്കാലം നാളെ മുതൽ വിനു ജോലിക്ക് ഇവിടെ വരണ്ട. വിനുവിനെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടുകയാണെന്ന് കരുതരുത്. തൽക്കാലം കുറച്ചു ദിവസം ജോലിയില്ലെന്ന് കരുതിയാ മതി. ഞാനേ ജഗനോട് പറഞ്ഞോളാം. മാനത്തെ കൊട്ടാരം